നമ്മുടെ ഈ ചെക്ക് ഡാമും ഈ പാലവും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ ചെറിയ 5 അടിയോ 6 അടിയോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ചെക്ക് ഡാമിൻ്റെ മുകളിൽ കൂടെ വെള്ളം താഴേക്ക് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാകുന്നില്ല. ഇതുപോലെ ഈ മുളകളും അതുപോലെ ഈ വലിയ തടികളുമൊക്കെ ഇവിടെ ഈ കാണുന്ന പോലെ ഈ തടിയുമൊക്കെ ഇവിടെ വന്ന് അടിഞ്ഞു കഴിയുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇവിടെ തടസ്സപ്പെടുക. അതാണ് ഇത് പ്രധാനമായിട്ടും ഇവിടെ ഈ വിള്ളൽ ഈ പാലത്തിന് ഉണ്ടാകുവാൻ ഈ സ്പാൻ തമ്മിലുള്ള ഒരു അകലം ഇവിടെ സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ അത് വളരെ വലുതായിട്ട് ഇവിടെ രൂപാന്തരപ്പെട്ടിരിക്കുക. ഇനി ഈ പാലത്തിലൂടെ നമുക്ക് ഹെവി വെഹിക്കിൾസ്, ഭാരം കൂടിയ വണ്ടികളൊന്നും കടത്തിവിടാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുക. ഇത് അശാസ്ത്രീയമായിട്ടുള്ളൊരു നിർമ്മാണം അക്കാലത്ത് നടത്തി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ തടസ്സം. ഇപ്പോൾ ഈ ബാരിക്കേഡ് 2 സൈഡും നമ്മൾ ഇവിടെ ബാരിക്കേഡ് വെച്ചിരുന്നു. ആ ബാരിക്കേഡ് എല്ലാം മഴ വരുമ്പോഴും എല്ലാ വർഷവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിന് ശാശ്വതമായിട്ട് അതിനെ നിലനിർത്തുവാൻ ഇപ്പോൾ ഇവിടെ സിമൻറ്റ് വെച്ച് സിമൻറ്റിന്മേൽ പണിതിരുന്ന ആ സിമൻറ്റ് തൂണുകൾ പോലും എല്ലാം അടിച്ചു പോയിരിക്കുക. കാരണം അത് ഈ പാലവുമായിട്ട് അത് ബന്ധപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. അതിന് കമ്പി ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ രൂപപ്പെട്ടിരിക്കുന്ന ആ വലിയ കുഴി എന്ന് പറയുന്നത് അവിടെ കമ്പി, ആ വാർക്കയിലൊന്നും ഒരു പീസ് കമ്പി പോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഇത്രയും വലിയൊരു നിർമ്മാണം അവിടെ നടത്തുക, ഇതൊക്കെ ആണ് ആ നിർമ്മാണ കാലഘട്ടത്തിലുണ്ടായ വിഷയങ്ങളാണ് ഇപ്പോൾ ഈ വിള്ളലുകളും ഈ തടസ്സങ്ങളുമൊക്കെ ഇവിടെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം. ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് ഇനി ഈ പാലം ഒരു അസൽ പാലം തന്നെ പൊക്കി ഇവിടെ കരിമ്പയത്ത് പണിയുക എന്നുള്ളതും, അതുപോലെ തന്നെ ഈ നമ്മുടെ ചെക്ക് ഡാം ഇവിടെ നിന്ന് അപ്പുറത്ത് ഇച്ചിലൂടെ താഴോട്ട് മാറ്റി നല്ലൊരു ചെക്ക് ഡാം പണിയുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ജലസ്രോതസ് വേനൽക്കാലത്ത് കുടിവെള്ളം ലഭിക്കുന്നതിനുള്ള സാധ്യതകളൊക്കെ ഇവിടെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു ചിന്തകളാണ് ഇനിയിപ്പോൾ ഈ മേഖലയിൽ ഉണ്ടാകാനുള്ളത് എന്നാണ് നമുക്ക് തോന്നുക. നാട്ടുകാരുടെ മുഴുവൻ അഭിപ്രായവും ആ രീതിയിൽ തന്നെയാണ്. ചെക്ക് ഡാം പുറകോട്ട് മാറ്റി ഇവിടെ ശാശ്വതമായിട്ടൊരു പാലം നിർമ്മിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക, ഈ 2 കരകൾ തമ്മിൽ ബന്ധിക്കുവാനായിട്ട്. അതുപോലെ തന്നെ ഈ ടൂറിസവുമായിട്ട് നമുക്കിതിനെ വളരെയധികം ബന്ധപ്പെടുത്തുവാനായിട്ട് സാധിക്കും. കുറച്ചുകൂടെ താഴോട്ട് മാറി നമ്മുടെ ഏതൊക്കെയാറുണ്ട്, മണിമലയാറും ചിറ്റാറും തമ്മിൽ സംയോജിക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നമ്മളൊരു ചെക്ക് ഡാം നിർമ്മിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഈ പ്രദേശത്തിന് നല്ലതായിരിക്കും. വെള്ളത്തിൻ്റെ സ്റ്റോറേജും വളരെ കൂടാനുള്ള സാധ്യതകളുണ്ട്. അത് നമ്മുടെ നാടിന് എല്ലാ പഞ്ചായത്തുകൾക്കും, പെരുമേലി പഞ്ചായത്തിനാണെങ്കിൽ കുടിവെള്ള പദ്ധതിയുടെ സ്രോതസ്സ് എന്ന നിലയിൽ നമുക്ക് വാട്ടർ സ്റ്റോറേജ് കൂട്ടുവാൻ സാധിക്കുന്ന വിധത്തിൽ ഭാവനയോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി ഒരു 100 വർഷം മുൻപോട്ട് കണ്ടുള്ള പദ്ധതിയുടെ രൂപീകരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ശാശ്വതമായ പരിഹാരം എന്നാണ്. ഇതിപ്പോൾ നമ്മളൊരു മുട്ടുശാന്തിക്ക് നമ്മളൊരു പരിഹാരമുണ്ടാക്കിയതുപോലെയുള്ള ഒരു ചെക്ക് ഡാമും അതിന് മുകളിലൊരു പാലവുമാണ്. ഇത് വേനൽക്കാലത്തിന് ഉപയുക്തമാണ്, ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് വർഷകാലം ആകുമ്പോഴത്തേന് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ, ഈ മുളക്കൂട്ടം തന്നെ വലിയ ഭീഷണി ഈ പാലത്തിന് ഉണ്ടാക്കുക. ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുക. മഴ തുടരുന്ന സാഹചര്യങ്ങളിൽ ഇനിയും വെള്ളം പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ എക്കലുകളും ഇതുപോലെയുള്ള തടികളുമൊക്കെ 80 ഇഞ്ചുള്ള ഒരു തടി ഇന്നലെ ഇവിടെ ഈ പാലത്തിൽ വന്ന് തങ്ങി നിൽക്കുകയും അത് പിന്നീട് രാത്രിയിലോ മറ്റോ എപ്പോഴോ നാട്ടുകാരെല്ലാം കൂടെ ഇടപെട്ട് തള്ളി വിടുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതെല്ലാം ഈ പാലത്തിന് ബലക്ഷയമുണ്ടാക്കുന്നത്. അപ്പോൾ ശാശ്വതമായിട്ടുള്ള ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പരിഹാരമാണ് ഇതിന് ആവശ്യം എന്നാണ് നാട്ടുകാർ എല്ലാവരും പറയുന്നത്. നമുക്ക് ആവശ്യപ്പെടാനുള്ളതും അതുതന്നെയാണ്.